വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഭയങ്കര പോരാണ്. ഗോൾവാൾക്കറുടെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ആക്രമിക്കുന്നു. വി.ഡി. സതീശൻ തിരിച്ച് 1977 മുതലുള്ള BJP ബാന്ധവത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ എല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് തിരിച്ചാക്രമിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. എന്താണ് ഈ പരസ്പരം പോര് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം? ഇതില് സതീശൻ പറയുന്ന കാര്യങ്ങൾ പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം രണ്ട് കാലിലും മന്തുള്ള ആള് ഒരു ഒറ്റക്കാലിലും മന്തുള്ള ആളെ മന്ദൻ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് സതീശൻ ഈ മുഖ്യമന്ത്രിനെ ആക്ഷേപിക്കുന്നതും വിമർശിക്കുന്നതും ഒക്കെ. ഞാൻ മുഖ്യമന്ത്രിനെ എന്താ പറയണ സപ്പോർട്ട് ചെയ്യൊന്നുമല്ല കേട്ടോ, പ്ലീസ് ദയവ് ചെയ്ത് അങ്ങനെ കരുതരുത്. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പ്രതിപത്തിയില്ല. ഈ RSSനോട് പിണറായി വിജയനുള്ള ദേഷ്യം മനസ്സിലാക്കണമെങ്കിൽ, വിരോധം മനസ്സിലാക്കണമെങ്കിൽ, മുൻ മാർക്സിസ്റ്റ് നേതാവ് AP അബ്ദുള്ളക്കുട്ടി എഴുതിയൊരു പുസ്തകമുണ്ട്, ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ അബ്ദുള്ളക്കുട്ടി മാർക്സിസ്റ്റ് MP ആയിട്ടാണ് ലോക്സഭയിൽ പോയത്. അപ്പോൾ അവിടെ ലോക്സഭയിൽ വെച്ച് ഈ BJP അംഗങ്ങൾ, ഉത്തരേന്ത്യയിൽ നിന്നുള്ള BJP അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളോട് പലവട്ടം എന്താ പറയണേ തട്ടിക്കയറി മീൻസ് അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എത്രയോ RSS BJP പ്രവർത്തകരെയാണ് CPM കൊല്ലുന്നത്. ഇതിനൊന്നും ഒരു കാരണമൊന്നുമില്ല. നിങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് RSSനെയും BJPയെയും ബലി കൊടുക്കുകയാണ്, കൊല്ലുകയാണ്, വളരെ ക്രൂരമായിട്ട് കൊല്ലുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ പലപ്പോഴും ഇവരെ നിശബ്ദരാക്കിയിട്ടുണ്ട്, ഇവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് CPI-M അതിൻ്റെ കേരള സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അന്ന് പിണറായി വിജയനെ കാണാനായിട്ട് ഈ ഒരു സതീദേവി എന്ന് പറഞ്ഞ ലോക്സഭ മെമ്പറും ദെൻ അബ്ദുള്ളക്കുട്ടിയും ഇവരെ പിണറായി വിജയനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവരെ കണ്ട് അപ്പോൾ പിണറായി വിജയൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സഖാവെ, വലിയ ബുദ്ധിമുട്ടാണ്, നമുക്കൊന്നും പറയാൻ പറ്റണില്ല, അവർ നമ്മളെ സംസാരിക്കാൻ പോലും സമ്മതിക്കണില്ല, ഓരോ തവണ ചെല്ലുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി കൊന്ന RSS പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും പേരും സകല ഡീറ്റെയിൽസും സഭയിൽ പറഞ്ഞിട്ടാണ് അവർ നമ്മളെ ചോദ്യം ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ പറയുകയാണ്, അബ്ദുള്ളക്കുട്ടി കോട്ട് ചെയ്തിരിക്കുകയാണ്, ഇപ്പം നമ്മുടെ ബംഗാളിലെ സഖാക്കൾ ചെയ്യുന്ന ഒരു രീതി നമുക്കിവിടെ പിന്തുടരേണ്ടി വരും. അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ RSS സ്വയം സേവകരെയും പിന്നെ അതുപോലെ സംഘടനാ നേതാക്കന്മാരെയൊക്കെ അവിടുത്തെ സഖാക്കൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല്ലി ബോധം കെടുത്തി ചാക്കിനകത്താക്കും. ആ ചാക്കിനകത്ത് മൊത്തം ഉപ്പ് ഇട്ട് നിറയ്ക്കും. എന്നിട്ട് അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടും. ശവത്തിൻ്റെ പൊടി പോലും കിട്ടില്ല, ആളെവിടെ പോയെന്നറിയില്ല. ആ രീതി നമുക്കിവിടെ ഫോളോ ചെയ്യേണ്ടി വരും എന്നാണ് വളരെ ഗൗരവത്തോടു കൂടി പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ ആ മനുഷ്യന് RSSനോടുള്ള വിരോധം എന്തുമാത്രമുണ്ട് എന്നുള്ള കാര്യം അന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വി.ഡി. സതീശൻ ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ ഭദ്രദീപം കൊളുത്തുന്ന ഫോട്ടോ പ്രസിദ്ധീകരിക്കപ്പെട്ടതൊക്കെ. അതിൽ വലിയൊരു കുറ്റമില്ല. ഇതിൽ ഏറ്റവും തമാശ എന്താണെന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെടുന്നൊരു പേര് BJP, പിന്നെ രണ്ടാമത് RSSുമാണ്. ഈ രണ്ട് കൂട്ടർക്കും നിയമസഭയിൽ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നിയമസഭയിൽ സാന്നിധ്യമില്ലാത്ത ഒരു സംഘടനയെ കുറിച്ചിട്ട് അവരാരും മിണ്ടിയിട്ടില്ല. അതിൻ്റെ മറ്റേതെങ്കിലും സംഘടനയെ കുറിച്ചിട്ട് അവരും മിണ്ടില്ല. അവരാകെ കൂടി മിണ്ടുന്ന RSSനെ കുറിച്ചും BJPനെ കുറിച്ചും മാത്രമാണ്. ഇവരെന്തിനാണ് RSSനെയും BJPനെയും ഇത്രമാത്രം ഭയക്കുന്നതെന്നും അവർക്ക് വേണ്ടി ഇത്രമാത്രം സമയം മുടക്കുന്നതെന്നും എനിക്ക് ഇന്നേവരെ മനസ്സിലായിട്ടില്ല. അവർക്ക് ഭയമില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയണവർക്കാണ് ഏറ്റവും കൂടുതൽ ഭയമുള്ളത്. നല്ല കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രി ആരെ പേടിച്ചിട്ടായി 150 കാറിൻ്റെ അകമ്പടിയോടുകൂടി പോണേ?
3-4 ആംബുലൻസും അതൊക്കെ ആയിട്ടല്ലേ പോണ, സൈറനൊക്കെ വിളിച്ചിട്ട് പേടിപ്പെടുത്തുന്ന രീതിയിൽ. കറുപ്പ് കണ്ടാൽ ബഹളം കൂട്ടും മുഖ്യമന്ത്രി. അങ്ങനെയുള്ള ആളാണ് മുഖ്യമന്ത്രി. ഈ കോൺഗ്രസ്സിന് RSSുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത്, അതിലേക്ക് നമുക്ക് ഒരിക്കൽ വരാം. ഈ പറഞ്ഞ പോലെ ഇവർ 1977 തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറയുന്നുണ്ട്. 1977 തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? പ്രതിപക്ഷ കക്ഷികളെല്ലാം ലയിച്ച് ഒന്നായി ജനതാ പാർട്ടിയായി. ജനതാ പാർട്ടിയുടെ കീഴിലാണ് എല്ലാവരും മത്സരിച്ചത്. ആ ജനതാ പാർട്ടിക്ക് CPM പിന്തുണ നൽകി കേരളത്തിൽ. അപ്പം മത്സരിച്ചപ്പോൾ ജനതാ പാർട്ടി പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പ്രസംഗിച്ചിട്ടുണ്ടാവും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടും മാർക്സിസ്റ്റുകാർ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട്. അവരാരും BJPക്ക് വേണ്ടി, അന്ന് BJP ഇല്ല. അന്ന് BJP 1980 ഫോം ചെയ്യുന്നത്. അന്ന് ജനസംഘമായിരുന്നു. ജനസംഘം പിരിച്ചുവിട്ടിട്ടാണ് ജനതാ പാർട്ടിയിൽ ലയിച്ചത് അവർ. ഈ പറയുന്ന സുധാകരനില്ലേ, K. സുധാകരൻ, കണ്ണൂരിലെ, അയാളൊക്കെ സംഘടനാ കോൺഗ്രസ് നേതാവായിരുന്നു. കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെ കുറേ അലവലാദികളും പിന്നെ മൊറാർജി ദേശായിയുടെ കൂടെ കുറേ മാന്യന്മാരും നിന്നു. അവരൊക്കെ സംഘടനാ കോൺഗ്രസ്സുകാരാണ്, മൊറാർജിയുടെ കൂടെ നിന്നവർ. മറ്റവർ മുഴുവനും റിബൽസ്ന്നോ അതല്ലെങ്കിൽ റൂളിംഗ് കോൺഗ്രസ്, ഭരണ കോൺഗ്രസ് എന്നാണെന്ന് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു 1975 സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി. അങ്ങനെ പ്രതിപക്ഷങ്ങളൊക്കെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ അവിടെ RSSും ഒന്നും ഒന്നും നോക്കിയില്ല, എല്ലാത്തിനും പിടിച്ച് ജയിലിലിട്ടു. ഏതാണ്ട് മാർക്സിസ്റ്റുകാരെ 1-2 പേരെങ്ങാണ്ട് എവിടെയാണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണ് കുറച്ച് ദിവസം. EMS ഒന്നും പോയിട്ടില്ല ജയിലിൽ. EMS ഒക്കെ വീട്ടിൽ കുത്തിയിരുന്ന് പ്രസ്താവന എഴുതായിരുന്നു. അവർ നമ്മുടെ കുമാരപിള്ള സാറാണ് എന്നുള്ള സന്ദേശത്തിലെ പ്രസ്താവന ഇറക്കും. പിന്നെ ഭാഗ്യത്തിന് പ്രസ് സെൻസർഷിപ്പ് ഉള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊന്നും വെളിച്ചം കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് 1977 ഈ തെരഞ്ഞെടുപ്പ് വന്നത്. ഞാനിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ ന്യായീകരിക്കുകയൊന്നുമല്ല കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു രാഷ്ട്രീയ സംഘടനയാണ് മാർക്സിസ്റ്റ് പാർട്ടി. then 1980 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഇവർ ജനതാ പാർട്ടി എന്നുള്ള ലേബലിൽ മത്സരിച്ചപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് കോൺഗ്രസും ലീഗും BJPയും കൂടി മത്സരിച്ചിട്ടുണ്ട് ഒരുമിച്ച് 4-5 ഇടത്തായിട്ട് കേരളത്തിൽ. അതിലന്ന് കോലിബി സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് മത്സരിച്ച തെരഞ്ഞെടുപ്പ്. അതിൽ ഡോക്ടർ മാധവൻകുട്ടിയില്ലേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പളും വലിയ നല്ല ഫേമസ് ഡോക്ടറൊക്കെ ആയിരുന്നു അദ്ദേഹം. പിന്നെ അഡ്വക്കേറ്റ് രത്നസിംഗ്, ഇപ്പോഴത്തെ മാതൃഭൂമിയുടെ മുൻ ഡയറക്ടറായിരുന്ന PV ചന്ദ്രൻ, PV ഗംഗാധരൻ്റെ അമ്മായിപ്പനായിരുന്നു ഈ അഡ്വക്കേറ്റ് രത്നസിംഗ്. കോഴിക്കോട്ട് ബാറിലെ ഫേമസ് വക്കീലായിരുന്നു. അദ്ദേഹത്തിനൊക്കെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തി KG മാരാർ കാൻഡിഡേറ്റ്. അപ്പോൾ അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഈ കോലിബി സഖ്യത്തിന്. അതേപോലെ തന്നെ കോൺഗ്രസ് RSSൻ്റെ സഹായം പലവട്ടം തേടിയിട്ടുണ്ട്. എനിക്കറിയാം, ഞാനൊരു RSSൻ്റെ ഒരു മീറ്റിംഗ് മദ്രാസിൽ വെച്ച് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ അന്ന് പറഞ്ഞതാണ്, RSSൻ്റെ തലമുതിർന്ന ഒരു നേതാവ്, ദേശീയ തലത്തിൻ്റെ തലമുതിർന്ന ഒരു നേതാവ് പറഞ്ഞതാണ്, കോൺഗ്രസ്സുകാർ നമ്മളെ എതിർക്കും, അത് അവരുടെ രാഷ്ട്രീയമായിട്ട് അവരെ എതിർത്തോട്ടെ, നമ്മളത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയോ, ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നമ്മളുടെ സഹായം തേടിയിട്ടുണ്ട് 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണില്ല, അത് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ള ഒരു അഗ്രിമെൻറ്റിലാണ് ആ മീറ്റിങ്ങിൽ ഞങ്ങളെയൊക്കെ വിളിച്ചത്. ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. അന്ന് മൻമോഹൻ സിംഗിനോട് ഒരു പ്രത്യേക പ്രശ്നം RSS എങ്ങനെയാണ് പരിഹരിച്ചു കൊടുത്തത് എന്ന് RSSൻ്റെ നേതൃത്വം വിശദീകരിച്ചു കൊടുത്തു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ച്. അയാൾക്ക് വലിയ സന്തോഷമായി സർദാർജിക്ക്, കാരണം അയാളൊന്നും തലകുത്തി നിന്ന് നേരെയാവുന്ന പ്രശ്നമായിരുന്നില്ല അത്. അപ്പോൾ അവർ പോരാൻ നേരത്ത് പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് ഈ RSS നേതൃത്വത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പൊക്കെയാണ് ചെയ്തു കൊടുക്കണത്, എല്ലാ ഉപദേശവും കൊടുക്കേണ്ടത്, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടത്, നിങ്ങളെന്നാ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാത്തതെന്ന്, ഞങ്ങൾക്ക് എത്രയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാർ അങ്ങനെയല്ല, സാറിന് എന്താ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാൻ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരാം. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഒരാളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നിഷേധിക്കണതോ അല്ലെങ്കിൽ കൊടുക്കണതോ എന്ന്. ഞങ്ങളെ കൊണ്ടാകാവുന്ന കാര്യമാണ് എന്ത് ഹെൽപ്പാണെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കും, ഞങ്ങൾ സംഘടനയുടെ ചട്ടക്കൂടിൽ നിന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി RSSൻ്റെ സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ എന്തോന്ന് VD സതീശൻ, ഇവരുടെ ഭയം
RSSന്റെ ഭയം അല്ല, RSSന് ഇവർ ഭയപ്പെടാനുള്ള കാരണം ഇവർ RSSുമായിട്ട് പ്രത്യയശാസ്ത്രപരമായ ഒരു ചർച്ച നടത്തിയാൽ ഇവർക്കൊന്നും പറയാനില്ല. ഇവർക്ക് ഇപ്പോൾ ജയ്പൂർ ഡയലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ജയ്പൂരിലൊരു ലിറ്റററി സമ്മേളനം നടക്കും. ലിറ്റററി സമ്മേളനത്തൊക്കെ ഇവർ കൾച്ചറൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്മേളനമാണത്. അത് എല്ലാ വർഷവും ഉണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ 2 നേതാക്കന്മാരെയും, അതായത് സീതാറാം യെച്ചൂരി ജീവിച്ചിരുന്ന കാലത്ത് അയാളെയും പിന്നെ കേരളത്തിൽ നിന്നുള്ളൊരു വലിയ താത്വികാചാര്യനെയും വിളിച്ചു ഒരു ഡയലോഗിന് വേണ്ടിയിട്ട്, ഒരു സംവാദത്തിന് വേണ്ടിയിട്ട്. ദത്താത്രേയ ഹസ്ബോളെ എന്ന് പറഞ്ഞ ഒരാൾ RSSന്ന് ഇപ്പം സഹകാര്യവാഹ്, അദ്ദേഹമാണ് ഡെപ്യൂട്ടി അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അദ്ദേഹമാണ് മറ്റേ സൈഡിൽ നിന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഈ 2 സഹാക്കന്മാരും സ്ഥലം വിട്ടു. ഞങ്ങൾ അവരുടെ മുമ്പിൽ ഇരിക്കൂല എന്നും പറഞ്ഞിട്ട്. എന്താ കാര്യം? തൊട്ടുകൂടായ്മയൊന്നുമല്ല, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ മറുപടി പറയാനില്ല. പിന്നെ വേറൊന്നുണ്ട്, ഈ ഗാന്ധിയുടെ വധത്തെ തുടർന്ന് RSSനെ നിരോധിച്ചു. RSSനെ സർദാർ പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണ് നിരോധിച്ചത്. അത് കഴിഞ്ഞ് കേസ് അന്വേഷണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി RSSന് ഗാന്ധി വധത്തിൽ ഒരു പങ്കുമില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് അതിനോടുള്ള റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടി 1964 തോന്നുന്നു, എനിക്ക് ഓർമ്മ ശരിയല്ല എൻ്റെ ഇത്, ആ ഒരു കാര്യത്തിൽ ഇയേഴ്സിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 1964 റിപ്പബ്ലിക് ഡേ പരേഡിന് RSSൻ്റെ ഒരു കോണ്ടിൻജന്റ് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം. അപ്പോൾ അങ്ങനെയുള്ള RSSന് ഇവർ എന്ത് കാണിച്ചിട്ടാണ് ഇവർ പറയണ മുഴുവനും? ഇവർക്ക് RSSനെ കുറ്റപ്പെടുത്താനായിട്ട് ഒരു യോഗ്യതയല്ല. അത് പിണറായി വിജയനും ഇല്ല, സതീഷിനും ഇല്ല. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്ന വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന RSS നേതാവിനെ ആണ് കൊന്നത്. അത് ആരാണ് കൊന്നതെന്ന് എല്ലാവർക്കും അറിയാം. പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കൊല്ലും അയാളെ വീണ്ടും. ആളുടെ വയസ്സിനനുസരിച്ചിട്ടാണ് വെട്ടണ അവരിട്ടെ. അപ്പം ഇതിനകത്തൊന്നും വലിയ കാര്യമല്ല. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവർ RSSനെ വിമർശിക്കുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. രാഖി രാമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ. അവർ ശ്രദ്ധിക്കാറും കൂടിയില്ല. ദ കാരവൻ മൂവ്സ് ഓൺ, the caravan moves on, or elephant moves on, the dogs bark, the caravan will move on എന്നാണ് പറയുന്നത്. നായ്ക്കൾ കുരയ്ക്കട്ടെ, പക്ഷെ കാരവൻ മുമ്പോട്ട് തന്നെ പോകുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ RSS ചെയ്യുന്ന പോലെ ചില കാര്യങ്ങൾ. ഇപ്പോൾ ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ RSS നേതൃത്വം, RSS പ്രവർത്തകരാണ് അവിടെ ഇതിന് വന്നത്, സേവനം നടത്താനായിട്ട് വന്നത്. അതുപോലെ എത്ര വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒക്കെ വന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ വന്നപ്പോഴും സേവാഭാരതി പ്രവർത്തകർ അവരുടെ യൂണിഫോം ഇട്ടുണ്ട്, കാക്കി ട്രൗസറും വെള്ള ഷർട്ടും ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഇവർ ബാൻ ചെയ്തു. അത് യൂണിഫോം ഒന്നും ഇട്ടുകൊണ്ട് വരാൻ പാടില്ല എന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ തവണ ഞാൻ വയനാട്ടിൽ ചൂരൽമലയിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശവമടക്കിനൊക്കെ വന്ന് ഇവർ DYFI എന്ന് പുറത്തെ ചാപ്പയും കുത്തിക്കൊണ്ടാണ് എല്ലാം വന്നിരുന്നത്, ഷർട്ടിൻ്റെ പുറത്തേയും. അപ്പോൾ ഇവർ കാണിക്കണ പോലെ ഒന്നും RSS ചെയ്യുന്ന പോലെയുള്ള സേവനമൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഇവരുടേതായൊരു ശൈലിയുണ്ട്, മറ്റേത് അച്ചടക്കത്തിൻ്റെ ശൈലിയാണ്. ഇപ്പോൾ RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് ഡൽഹിയിൽ 3 ദിവസം നീണ്ടു നടന്ന ഒരു സംവാദ പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹം RSSന് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിദേശത്ത് നിന്ന് വന്ന് 2-3 പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾക്കും RSSൽ മെമ്പറാവണമെന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും കിട്ടില്ല, ദയവേത് ചേരരുത് അങ്ങനെ, കാരണം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ പോയിന്നിരിക്കും. അങ്ങനെ ഇത് ഒരു സംഘടനയല്ല, ഇത് സ്വയം സേവക് സംഘടന. സ്വന്തം ഇതായിട്ട് മനസ്സിൽ തോന്നി സമൂഹത്തിനും സമാജത്തിനും വേണ്ടി സേവ നടത്തുന്ന ഒരു സംഘടനയാണ് RSS എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വിമർശിക്കാനായിട്ട് തൽക്കാലം ഈ സതീശനോ അല്ലെങ്കിൽ വിജയനോ അതല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റേ രമേശനോ
എന്താ പിന്നെ ഈ പേരാവൂരിലുള്ള MLA സണ്ണി ജോസഫിന് ഒന്നും യോഗ്യതയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അത് RSSന്റെ ഡിഗ്നിഫൈഡ് വേ ഓഫ് എന്താണ് സ്നബ്ബിങ് പീപ്പിൾ. മിണ്ടാതിരിക്കുക, ആരെന്ത് പ്രതിപക്ഷം എന്ത് വിമർശിച്ചാലും മിണ്ടാതിരിക്കുക, അത്ര തന്നെ. പിന്നെ പരിധി ലംഘിച്ചാൽ അവർ എഴുതും ഇന്ന പോലെയാണ് എന്നുള്ള കാര്യം എഴുതി കൊടുക്കും. അത് പ്രസിദ്ധീകരിക്കാനുള്ളവരത് പ്രസിദ്ധീകരിക്കും, ഇല്ലെങ്കിൽ എന്താ പറയണ പ്രസിദ്ധീകരിക്കില്ല. പിന്നെ RSSനോട് അവർക്ക് എല്ലാവർക്കും തൊട്ടുകൂടായ്മയാണ്. RSS ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ജോലി വരെ കൊടുക്കൂലല്ലോ മാധ്യമങ്ങളിൽ, അതുപോലെ സ്ഥാപനങ്ങളിലൊക്കെ. ഇതും കുറേ കഴിയുമ്പോൾ ഇതും മാറും. RSSനോടും ഇതേപോലെ അവർക്ക് എന്താ പറയണ സഹായം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് RSSനോട് ഇത്ര ബഹുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അശുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?